CA വിഷയത്തിൽ ഇപ്പോൾ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് CPM? ഗുരുതരമായ അവസ്ഥയിലേക്ക് രാജ്യം പോകും. ഈ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ശക്തമായി എതിർത്തതാണ്. ഒരു സാഹചര്യത്തിൽ അത് കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് കേരള മുഖ്യമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രതീക്ഷയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പം ഇന്നിപ്പം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു പരാമർശം വന്നിരിക്കുന്നു. അതിനൊക്കെ ശ്രദ്ധ തിരിക്കാനാണ് ഈ നീക്കമെന്ന് കരുതുന്നുണ്ടോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്നൊരൊറ്റ ലക്ഷ്യമേ ഇതിനകത്തുള്ളൂ. വർഗീയ ധ്രുവീകരണമല്ലാതെ മോദി ഗ്യാരണ്ടി, മറ്റ് നേട്ടങ്ങൾ ഇതൊന്നും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വിശ്വാസം നേടാൻ അവർക്ക് സാധ്യമല്ല. ഇതൊരവസാനത്തെ തുറപ്പിച്ചിട്ട. എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുക? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനെ അതിജീവിക്കും. കാരണം അയോധ്യയ്ക്ക് ശേഷവും കർഷക സമരം കണ്ടില്ലേ? ജനങ്ങൾ ഈ വർഗീയതയുടെ പിന്നാലെ പോവില്ല.